എന്താ സാർ? നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? അന്നത്തെ പിന്നെ ബാലു ജില്ല വിട്ട് പുറത്തൊന്നും പോയിട്ടില്ലേ സർ? അന്ന് സാറ് വന്നപ്പോ നമ്മളതെല്ലാം സംസാരിച്ച് സോൾവ് ആക്കിയതല്ലേ? ആര് സോൾവ് ചെയ്തു? നിങ്ങൾ നേരിട്ട് വന്ന് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ചെയ്തോ? സമയം കളയാതെ വന്ന് ജീപ്പി കയറ്. അയ്യോ സർ. സാർ, ഞാൻ വക്കീലിനെ ഒന്ന് വിളിച്ചോട്ടെ? അതൊക്കെ പിന്നെ. സർ, ബാലുവിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാണോ? ആണെങ്കിൽ എന്താ? സാർ, എനിക്ക് വാറണ്ട് കാണാം. സർ, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസ് പാലിക്കേണ്ട ചില നടപടികളില്ലേ? അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്. താരിഖ് കാണിച്ചിട്ട് പിന്നെ ന്യായം പറയുന്നു. വന്നേ സാർ, ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറിക്കോട്ടെ സാർ? അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണോ? വാങ്ങോട്ട്. ആമി, നീ കുഴപ്പം കാണിച്ചിട്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? വാ ഇങ്ങോട്ട്. എന്താ ആമി ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല കുഞ്ഞെ. ഇനി തിരിച്ചു വരാന്ന് കരുതണ്ട. മംഗലാപുരത്ത് വെച്ച് നീ ആളെ കൊല്ലാൻ ശ്രമിച്ചതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിൽ ചെന്ന ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നെ ബാലശങ്കർ പുറലോകം കാണില്ല. പിടിച്ചു കയറ്റടോ. വണ്ടി മാറ്റി മുമ്പോട്ടിട്ട്. സാറവൻ എന്തു പറ്റി? പിടിക്ക് വാ പെട്ടെന്നോട്. എവിടെവൻ? എന്താ സാറേ? ബാലശങ്കറോടെ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. അയ്യോ, സാറല്ലേ ബാലുവിനെ ഇവിടുന്ന് കൊണ്ടുപോയത്? അവൻ ഞങ്ങളെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഇങ്ങോട്ട് വന്നോ എന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇല്ല, വന്നില്ല. ഇയാളെ വിളിച്ചോ? അവൻ സാറിന് വേണമെങ്കിൽ എന്റെ ഫോൺ പരിശോധിക്കാം. വലിയ ഷോ കാണിച്ചല്ലേ ബാലുവിനെ സാർ ഇവിടുന്ന് കൊണ്ടുപോയത്. എന്നിട്ട് ആളെവിടെ? പോലീസിന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. സാറ് സമാധാനം പറയേണ്ടി വരും. അധികം ഓവർ സ്മാർട്ട് ആവണ്ട. മംഗലാപുരം വിഷയത്തിലെ ഇയാൾക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സൂചന കിട്ടിയാ അപ്പ അറിയാം. അവൻ എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും. ഇവിടെ വന്നാലോ ഫോൺ ചെയ്താലോ ആ നിമിഷം എന്നെ അറിയിച്ചിരിക്കണം. ആമിയുടെ അടുത്ത് നിൽക്കേണ്ടത് എന്റെ കടമ കൂടിയാ. ഞാൻ തനിച്ചു പോയിക്കോളാം. സിദ്ധേട്ടൻ വരണമെന്നില്ല. അപ്പോ എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ വിഷയം വേറെയാ. നീ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാ. അതിനൊരു തീരുമാനം ഉണ്ടാവാതെ താൻ കൽത്തോട്ടത്തിലേക്ക് മടങ്ങി പോകുന്നതിന് ഒരു അപാകതയുണ്ട്. ഇവിടെ വന്നതിനും ഇത്രയും ദിവസം ഇവിടെ തങ്ങിയതിനും ഒരർത്ഥമില്ലാതെ പോവും. ഞാനിപ്പോ ആലോചിക്കുന്ന അതൊന്നും അല്ല, ആമിയെ കുറിച്ച് മാത്രം. നീ ഇപ്പൊ അവിടെ ചെന്ന ആമിയോട് കുറിച്ച് ആശ്വാസമൊക്കെ പറയാന്നല്ലാതെ വേറെന്താ? നമുക്ക് അഡ്വക്കേറ്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പൊ ഞാനങ്ങോട്ട് പോകണ്ടെന്നാണോ? പോകാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണ്ടേ? ആരെ? പറയാം. താൻ പോയി റെഡിയായേ. നമുക്കിപ്പൊ തന്നെ പോവാം. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അത് നടത്തേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. ഞാൻ അത്രേ ആലോചിച്ചുള്ളൂ. പക്ഷെ പപ്പ പ്രശ്നമാക്കില്ലേ? ഇന്നായാലും നാളെയായാലും അത് ഫേസ് ചെയ്യണ്ടേ? എന്നാ പിന്നെ കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു.
ഇനി അതിനൊരു മാറ്റമില്ല, ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും. മോളെ, സിദ്ധുവേട്ടൻ പറയുന്നത് ശരിയെന്ന് എനിക്ക് തോന്നുന്നു ആമി. ബാലുവിന്റെ വിഷയം ശരിക്കും എന്താ ആമി? അതേപ്പറ്റി ഒന്നും ചോദിക്കണ്ട മോനെ, ഞാൻ ഇനി അത് ആലോചിക്കുന്നില്ല. എല്ലാം ഒന്ന് നേരായി വരുമെന്ന് വിചാരിച്ചതാ. നേരെ അവനോ ഒരിക്കലുമില്ല. മോളിനി അവന്റെ കാര്യം എന്നോട് ചോദിക്കല്ലേ, എനിക്കൊന്നും പറയാനില്ല. ഒരു സന്തോഷം വരുമ്പോ അതിലും വലിയ സങ്കടം മറുവശത്തുണ്ടായിരിക്കും. എന്റെ ജാതക ഗുണം അത്. കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോ എന്റെ കൂടെ സോനാലിയിലേക്ക് വരട്ടെ. ഇനി എന്തിനാ അങ്ങോട്ട് വരുന്ന മോനെ? കല്യാണം കഴിയുന്നത് വരെ അവൾ ഇവിടെ നിൽക്കട്ടെ. അതല്ല അമ്മി, വീട്ടിലെ ഇവളുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ കല്യാണം എല്ലാരെയും അറിയിക്കണം. മറ്റൊരാളൂടെ ഉണ്ടല്ലോ ഇപ്പൊ അവിടെ. മനസ്സിലായി. പോയിട്ട് വരാം. ശരിയാണ്. ശരി. തനുശ്രീ, ഇനി ഇവിടെ നിന്റെ റോൾ എന്താ? ഇവന്റെ കല്യാണത്തിന് മംഗളപത്രം വായിക്കാനാണോ നീ ഇവിടെ നിൽക്കുന്നത്? അതിന് ആ കല്യാണം നടന്നെങ്കിലല്ലേ. ചുമ്മാതെ പേടിപ്പിക്കല്ലേ കൊച്ചേ. ചുമ്മാ ഞാനൊരു കാര്യം പറയില്ല കുഞ്ഞ. കല്യാണം ഞാൻ നടത്തിക്കില്ല. നിന്റെ നിലപാട് ഇതായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ തീരുമാനിച്ചത് പോലെ 11-ാം തീയതി അപർണ മുരളിയുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് നാരായണൻ താലി കെട്ടിയിരിക്കും. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ. പപ്പ ഇതൊന്നും കേൾക്കുന്നില്ലേ? മിന്നുകെട്ടിന് സമയത്തെ 4 പൂവ് ഞാനും ആശംസയായിട്ട് എറിഞ്ഞോളാം. ആഹാ, ചെലവ് കുറച്ചുള്ളൊരു വിവാഹമാണെന്നുള്ളതൊരു ആശ്വാസമാണ്. ഇപ്പഴാ എന്റെ അച്ഛനായത്. നീ പൊടി. ഓ, എല്ലാമേ, ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. പെണ്ണിപ്പോഴും ചെറുക്കന്റെ വീട്ടിലാണല്ലോ താമസം. അവിടെ വെച്ച് താലി കെട്ടി അപ്പ തന്നെ ഗൃഹപ്രവേശനം കൂടി നടത്തിയാലോ? സംഗതി വൈറലാവും. ഏത്? അത്രയ്ക്ക് ബോറിനായ ഒരു അച്ഛനാണ് ഞാനെന്ന് സുന്ദരന് തോന്നുന്നുണ്ടോ? എന്ന് ചോദിച്ചാ എനിക്ക് ഇടയ്ക്കെങ്ങനെ തോന്നിയിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കും തോന്നിയിരുന്നു. ഒരു ബോറിനായ അച്ഛന് മാത്രമേ മകന് നന്മകൾ കൊണ്ടുവരുന്ന വഴി അടയ്ക്കാൻ ശ്രമിക്കുള്ളൂ. ഞാൻ അതിന് ശ്രമിച്ചു. അപർണയും സിദ്ധുവുമായിട്ടുള്ള അടുപ്പത്തിന് ആദ്യം ഗ്രീൻ കാർഡ് കാണിച്ചത് ഞാനാ. അപർണ മുരളീകൃഷ്ണന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോഴാണ് എന്റെ മട്ട് മാറിയത്. പിന്നെ അവരുടെ വിവാഹത്തെ കണ്ണുമടച്ച് ഞാൻ എതിർക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്റെ മകൻ മാത്രമല്ല, ആ കുട്ടിയെയും ശിക്ഷിക്കുന്ന നിലപാടെടുത്തു. എന്റെ ഭൂതകാലം എന്നെ വേട്ടയാടുന്നതിന് ആ കുട്ടിക്ക് എന്ത് വേണം? ചേട്ടാ ഇപ്പൊ തീരുമാനം മാറ്റിയല്ലോ, ഇനിയിപ്പൊ പഴയതൊക്കെ മറക്കണം. ആ, മറന്നു. സിദ്ധുവിന്റെ ആഗ്രഹത്തിന് ഇനി ഞാൻ തടസ്സം നിന്നാൽ മഞ്ജുവിന്റെ ആത്മാവ് പൊറുക്കില്ല എന്നോട്. അപർണയോട് അനീതി കാണിച്ചാൽ മുരളീകൃഷ്ണന്റെ ആത്മാവും പൊറുക്കില്ല. മോളെ, ആമിയോട് പറ വിരുന്നുകാരുണ്ടെന്ന്. അപ്പൊ പിന്നെ അകത്തേക്ക് ഇരിക്കാം. എന്താ? എന്നാ വരിക. നമസ്കാരം. അതെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്താ? ഇരിക്കൂ. ഞാൻ
ഞാൻ ചായ ഇടാം. ചായ ഒന്നും ഇപ്പൊ വേണ്ട. ആമി ഇങ്ങോട്ട് ഇരിക്കേ. മധു പറഞ്ഞു വിരുന്നുകാരുണ്ടെന്ന്. വിരുന്നുകാരനായിട്ടല്ല, വീട്ടുകാരനായിട്ടാ ഞാൻ വന്നത്. കാര്യങ്ങൾ അറിഞ്ഞുവെങ്കിലും വരന്റെ അച്ഛനെന്ന നിലയ്ക്ക് ഔപചാരികമായിട്ട് വന്ന് സംസാരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. ജോത്സ്യനെ കണ്ടത് മുഹൂർത്തം കുറിപ്പിച്ചതും വധൂവരന്മാര് നേരിട്ടാണല്ലോ. അതാണ് ന്യൂജൻ സമ്പ്രദായം. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. മരിച്ച് 16-ന്റെ അന്ന് പോലെ കഴിയുമെങ്കിലും 41 ദിവസത്തേക്ക് ചില ചിട്ടകൾ നോക്കണം. സിദ്ധുവിന് അമ്പലത്തിൽ കയറാൻ പാടില്ല. മരിച്ചത് അമ്മയല്ലേ. അതുകൊണ്ട് കല്യാണം ഇവിടെ വെച്ചാവാം. കല്യാണ സദ്യക്ക് നേരത്തെ പറഞ്ഞു വെച്ച ആളുണ്ട്. വിളിച്ച് ചാലുവാക്കട്ടെ. ആർഭാടൊന്നും വേണ്ട മധു. ഇവിടെ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഞങ്ങൾ അധികം ആളെയൊന്നും കൂട്ടുന്നില്ല. ഇവിടെ ഇപ്പൊ അത് തന്നെയാ ഉദ്ദേശിക്കുന്നത്. ആളെണ്ണൊക്കെ നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാലോ. പിന്നെ അപർണയ്ക്ക് മരിച്ചുപോയ അച്ഛനും അമ്മയും അല്ലാതെ ബന്ധുക്കളായിട്ട് മറ്റാരുമില്ലേ? മുരളിക്കും ബിന്ദുവിനും ഓരോ സഹോദരിമാരാ ഉള്ളത്. അവരൊന്നും അപ്പുവിന്റെ കാര്യം വേണ്ടതുപോലെ അന്വേഷിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ട് കോണ്ടാക്ട് ഒന്നുമില്ല. ചായ എടുക്കട്ടെ മോളെ? വേണ്ട, വീടെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സിദ്ധുവിന്റെ വീട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജലജേച്ചിയോട് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്റെ ആവശ്യം കഴിഞ്ഞു. വലിയ വിഷമായി പോയി. ചേച്ചിയുടെ സേവനം ഇനിയാണ് വേണ്ടത്. എന്നാലും മോളെ, ഇത്രയും സ്നേഹിച്ചിട്ടെ കല്യാണം അവര് തമ്മിലോ? അതിപ്പോഴത്തെ തീരുമാനം. അപ്പൊ കല്യാണം നടക്കൂലേ? നടക്കും. ജലജേച്ചി, എന്തോ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 1 മാസം കഴിഞ്ഞു. ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. അതല്ലേ വേറെ വർക്ക് നോക്കാതിരുന്നത്. അപ്പോ വർഷങ്ങളായിട്ട് സിദ്ധുവിനെ സ്നേഹിക്കുന്ന എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ചേച്ചി. ആക്സിഡന്റിൽ തലയ്ക്ക് അടികിട്ടി അബോധാവസ്ഥയിലേക്ക് കിടക്കുന്ന സമയത്തും എന്റെ ചെവിയിൽ മുഴങ്ങിയ ഒരേ ഒരു ശബ്ദം സിദ്ധുവിന്റേതായിരുന്നു. ഓർമ്മശക്തി തിരിച്ചു കിട്ടിയപ്പോ ആദ്യം മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖവും സിദ്ധുവിന്റേതായിരുന്നു. അപ്പോഴാ ഞാൻ അറിയുന്നത് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നുവെന്ന്. എങ്ങനെയും സിദ്ധുവിന്റെ അടുത്തെത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോ എന്നെ തേടി പപ്പ എത്തി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പോഴത്തേക്ക് സിദ്ധു സാറ് വേറെ വർക്ക് പിടിച്ചില്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ? ഇല്ല, ശരിയാ. ചേച്ചി പറഞ്ഞത് ശരിയാ. ആ വർക്കിലേക്ക് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടു പോവുമായിരുന്നു അപർണ. അവന്റെ ചേട്ടത്തിയെല്ലാം പറഞ്ഞു. ഞാൻ എന്നേക്കുമായി വിട്ടുപോയതാണെന്ന് തെറ്റിദ്ധരിച്ച് സിദ്ധു പാനിക്കായത്രേ. എന്നുവച്ചാ മാനസികമായിട്ട് പ്രശ്നത്തിലായിന്ന്. ആരോടും മിണ്ടാതായി സൊനാലി ബംഗ്ലാവിലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിച്ചു. എല്ലാവരുമായിട്ടും വഴക്കിട്ടു. ട്രീറ്റ്മെന്റ് വരെ വേണ്ടി വന്നു. മമ്മിയോട് മാത്ര കുറച്ചെങ്കിലും അടുപ്പുണ്ടായത്. ആ സമയത്ത് അപർണ അവന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അത് ഒടുക്കത്തെ വരവായി പോയി. അപർണയുടെ പ്രസൻസ് അവനിൽ മാറ്റം ഉണ്ടാക്കി. അവര് തമ്മിൽ അടുത്തു. എന്റെ സ്ഥാനത്ത് അവൾ സ്വയം പ്രതിഷ്ഠിച്ചു. അതൊന്നും പക്ഷേ എന്റെ കുഴപ്പം കൊണ്ടല്ല. മോള് വേറെ വർക്കും പിടിച്ചില്ല. അതുകൊണ്ട് എനിക്ക്
സിദ്ധുവേട്ടന്റെ റൂമിലേക്കാണല്ലോ പോകുന്നത്. സിദ്ധു, സിദ്ധു, നീ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. ഞാൻ കുടിച്ചിട്ട് വന്നതിൽ പ്രതിഷേധം കാണിക്കാൻ നീ തിരിഞ്ഞു കിടന്നതല്ലേ? ഓക്കെ, ശരിയാണ്, ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്കിന്ന് നിന്നോട് സംസാരിക്കണം. സിദ്ധു, എനിക്കിനി ഇത് മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യ. കൊണ്ടു നടന്നാൽ ഞാൻ സ്ട്രെസ് കൂടി കൂടി വീണു പോകും. നിന്നോട് ഞാൻ മനസ്സ് തുറക്കുന്നതിന് കാരണമുണ്ട്. എന്ത് കാരണം? നീയാണ് അപർണയെ കെട്ടാൻ പോകുന്ന ആള്. പപ്പയ്ക്ക് ബോധമുണ്ട്. നല്ല ബോധത്തോടെയാ സംസാരിക്കുന്നത്. സിദ്ധു കേൾക്കണം. മുരളീകൃഷ്ണൻ, ഭാര്യ ബിന്ദു, അതായത് അപർണയുടെ പേരൻസ്, അവരുടെ മരണത്തെക്കുറിച്ചാ എനിക്ക് പറയാനുള്ളത്. മുരളീകൃഷ്ണൻ ഞാനുമായിട്ട് ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ബിസിനസ്സിൽ ക്ഷീണം വന്നപ്പോ 15 ലക്ഷം രൂപ ഞാൻ മുരളിയോട് ചോദിച്ചു. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ, അപ്പൊ ഈ പറഞ്ഞൊന്നും സിദ്ധുവേട്ടൻ കേട്ടില്ലേ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? മനസ്സിൽ കെട്ടിന്നതെല്ലാം പെയ്തൊഴിഞ്ഞല്ലോ. ഇനി ഉറങ്ങാം. ഉറക്കം നഷ്ടപ്പെട്ടത് എനിക്ക്. ഇതൊക്കെ മനസ്സിൽ വെച്ച എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നിട്ടിപ്പോ മാനസാന്തരം വന്നിരിക്കുന്നു. ഈ കുറ്റബോധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛനെ ഒന്ന് തിരിച്ചു തരാൻ പറ്റൂ? ദേഷ്യവും പുച്ഛവും സഹതാപവും തോന്നുന്നു ഈ മുഖത്തോട്ട് നോക്കുമ്പോ. ആഹാ, ഇതെന്താ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത്? ഞാൻ കൽത്തോട്ടത്തിലേക്ക് പോവാ. അതെന്താ പെട്ടെന്ന് അങ്ങനെ? ഇന്നലെ രാത്രി വരെ പോകുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. രാവിലെ എനിക്കങ്ങനെ തോന്നി. എന്നിട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ ഞാൻ എന്താ? എന്തോ പ്രശ്നമുണ്ട്. അപ്പു എന്നോട് തുറന്നു പറ. അപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയേ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? 11-ാം തീയതിയാ നമ്മുടെ കല്യാണം. അന്ന് സിദ്ധുവേട്ടൻ എന്നെ എവിടുന്നാ കല്യാണം കഴിച്ചോണ്ട് വരേണ്ടത്?
എന്റെ വീട്ടിൽ നിന്നല്ലേ? 10-ാം തീയതി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയാ മതിയോ? അവിടെ ഒരുക്കവും ചടങ്ങും ഒക്കെ വേണ്ടേ? കല്യാണപ്പെണ്ണ് എവിടെയെന്ന് ആരെങ്കിലും ആമിയോട് ചോദിച്ചാ ആമി അവരോടൊക്കെ എന്ത് മറുപടി പറയും? ചെറുക്കിന്റെ വീട്ടിലാണെന്നോ? ചോദിക്കാനും കളിയാക്കാനും പുറത്തുനിന്ന് അവിടെ ആരും വേണ്ട. കൊച്ചച്ഛൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആമിയോട് ചോദിക്കുന്നുണ്ടാവും. കല്യാണം തന്നെ വേണമെന്ന് ഒന്നുകൂടി ആലോചിക്കണം എനിക്ക്. അപ്പോ നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതോ തനുശ്രീ ഇന്നലെ പോയതുകൊണ്ടാണോ നീയും പോവാന്ന് വിചാരിക്കുന്നേ? അതും ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കൊഴിക്കുന്നത്? പിന്നീടായാലും ഞാൻ കൽത്തോട്ടത്തിലേക്ക് പോകേണ്ടതല്ലേ? അപ്പൊ എന്നാ നാളെ പോവാം. ഇന്നും കൂടെ ഇവിടെ നിൽക്ക്. നമുക്ക് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച്. എനിക്ക് പോണം സിദ്ധുവേട്ടാ. എത്തിയോ? സിദ്ധു എവിടെ മോളെ? വീട്ടിലുണ്ട്. നീ തനിച്ചാണോ വന്നത്? ഓട്ടോറിക്ഷയിൽ വന്ന് ലാൻഡ് ചെയ്യുമായിരുന്നു. ഇതാര്? ഇനി കല്യാണം വരെ ഇവിടെ ഉണ്ടാവോ? അതോ വീണ്ടും ഭർതൃഗൃഹത്തിലേക്ക് പോവോ? ഞാൻ പോണെന്നാണോ കൊച്ചൻ പറയുന്നത്? പുതിയ നാട്ടു നടപ്പുകളാണല്ലോ കണ്ടുവരുന്നത്. അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. നീങ്ങ വന്നേ. നമ്മളെന്താച്ചാ ചേച്ചിക്ക് കല്യാണത്തിന് കൊടുക്കുന്നേ? ഓ, നമ്മൾ എന്തോന്ന് കൊടുക്കാനാ? സ്വർണ്ണായിട്ടാണോ പണമായിട്ടാണോ കൊടുക്കുന്നതെന്നാ ഞാൻ ചോദിച്ചേ. സ്വർണമായിട്ടാണെങ്കിലേ ഒരു 5 പവനെങ്കിലും കൊടുക്കണം. പണമാണെങ്കിലോ ഒരു 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. അത് കുഴപ്പമില്ല. പക്ഷേ പ്രഭയുടെ തറവാടിന്റെ പുനർനിർമ്മാണം നടക്കുന്നതുകൊണ്ട് നല്ല ഞെരുക്ക. ശരിക്ക് പറഞ്ഞാല് ഒന്നും കൊടുക്കാൻ അച്ഛന് വകുപ്പില്ല. അതുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല. നാണക്കേടല്ലേ അച്ഛാ? എന്ത് നാണക്കേട്? ദേ പരീക്ഷ വരുന്നത്. പോയിട്ട് പഠിക്കടി, പഠിക്കേ. അപർണ പോയി അവളുടെ വീട്ടിലേക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പോയതാണോ? അല്ല, കല്യാണത്തിന് അവിടുന്ന് വേണ്ടേ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ അവളെ. അവർക്കേ മിന്നുകെട്ടൊക്കെ വേറും ഒരു ചടങ്ങ് മാത്രമാ. ഇപ്പോഴേ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ അല്ലേ ജീവിക്കുന്നത്. അതെ, തനുശ്രീക്ക് കേക്കണം. ഇന്നലെ രാത്രിയിലെ അവള് സിദ്ധുവിന്റെ റൂമിലായിരുന്നു. ആ വെളുപ്പിനെ ഞാൻ നോക്കിയപ്പോഴേ അവന്റെ മുറിയിന്ന് പാത്തും പതുങ്ങിയൊക്കെ ഇറങ്ങി പോകുന്നു. അതത്ര ശരിയല്ലല്ലോ. ഞാൻ വിടുവോ? രാവിലെ അടുക്കളയില് ഞാൻ സുജാത കുഞ്ഞമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിച്ചു. എന്നിട്ട് അവളെന്തു പറഞ്ഞു? അയ്യോ, സിദ്ധുവേട്ടനോട് കഥ പറയാൻ പോയതാണെന്ന്. ഞാൻ ശരിക്കങ്ങ് കൊടുത്തു. അതുകൊണ്ടാണോ എന്തോ കുറച്ചു സമയം കഴിഞ്ഞപ്പോ ബാഗും എടുത്തോണ്ട് ഇറങ്ങിപ്പോയി. അതൊക്കെ പോട്ടെ, നിന്റെ പ്ലാൻ എന്താ? വല്ലതും നടക്കുവോ? നടക്കും. വെയിറ്റ് ആൻഡ് സീ എന്ന് നീ എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? എന്ന് വരെ വെയിറ്റ് ചെയ്യണം? 11-ാം തീയതി വരെ. അന്ന് കല്യാണമല്ലേ? സദ്യ ഉണ്ണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ നീ? ആരുടെ ഊണാണ് അന്ന് മുടങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം.